ചരിത്രം മാറാനിടയായി. ഈ പകലിൽ വിശ്വസിക്ക് നാം മുഖാന്തരം ചരിത്രത്തെ മാറ്റുന്ന ഒരു ദൈവം. സ്തോത്രം. നിന്റെ കുടുംബത്തെ നോക്കി ഒരു ചരിത്രം ദേശം പറയുന്നുണ്ടെങ്കിൽ ഇന്ന് പകലിൽ പരിശുദ്ധാത്മ പറയുന്നു, ആ ഹിസ്റ്ററിയെ ദൈവം തുടച്ചു മാറ്റിയിട്ട് ദൈവം ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങിയിട്ട് പറയും, ഞാൻ നിന്റെ ചരിത്രത്തെ മാറ്റാൻ പോവാ, അത് നിന്നിൽ കൂടെ ഞാൻ ചെയ്യാൻ പോവാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ ചരിത്രം മാറിയെങ്കിൽ ആമേൻ പരിശുദ്ധാത്മാവും ഈ ലോകത്തിലേക്ക് ആക്റ്റീവായി ഇറങ്ങി വന്നപ്പോൾ 120 പേർ ഒരുമിച്ച് കൂടിയിരുന്ന ആ വലിയ മാളിക മുറിക്കകത്ത് ദൈവാത്മാവിന്റെ ശക്തി ഇറങ്ങിയപ്പോൾ, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ ആമേൻ സ്തോത്രം, പത്രോസിന്റെ ചരിത്രത്തെ കർത്താവ് മാറ്റി. സ്തോത്രം. മീൻപിടുത്തക്കാരനെ അപ്പോസ്തലനാക്കി മാറ്റുന്ന ചരിത്രമാ ഞാൻ പ്രസംഗിക്കുന്ന കർത്താവിന്റെ വചനം. ഇന്ന് പകലിൽ അത് കേൾക്കാൻ ഭാഗ്യം കിട്ടിയ ദൈവമക്കൾ ഇന്ന് പകലിൽ ഏറ്റെടുക്കണം. എന്റെ ചരിത്രത്തെ മാറ്റുന്ന ഒരു ദൈവം, ദൈവസഭയുടെ ചരിത്രത്തെ മാറ്റുന്ന ഒരു ദൈവം. സ്തോത്രം. മനുഷ്യനും പിശാചും കൂടെ ചേർന്നുണ്ടാക്കിയ ഒരു ചരിത്രമുണ്ട്.